മലപ്പുറത്തിലേക്ക് സ്വാഗതം. പെരുമണ്ണയിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക്. മുളയത്ത് ജംഷീറിനാണ് കുത്തേറ്റത്. ഇയാളെ ചങ്കുവെട്ടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടരിക്കോട് കുറ്റിപ്പാല റൂട്ടിൽ പെരുമണ്ണ ക്ലാരി പണിക്കർപ്പടിയിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 3 കിലോ സ്വർണവുമായി 3 യാത്രികർ പിടിയിൽ. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മലപ്പുറം മീനടത്തൂർ മൂത്തേടത്ത് ഷിഹാബുദ്ദീൻ, കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനി ആശ തോമസ് എന്നിവരും കസ്റ്റംസ് ഇന്റലിജൻസ് പരിശോധനയിൽ കോഴിക്കോട് സ്വദേശി ഹാരിസുമാണ് പിടിയിലായത്. രാത്രി 8:30 കഴിഞ്ഞാൽ മഞ്ചേരി, കോട്ടക്കൽ നഗരങ്ങളിൽ നിന്ന് ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്തേക്ക് ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. രാത്രി മലപ്പുറം ഭാഗത്തേക്ക് സർവീസ് നടത്താൻ സ്വകാര്യ ബസ്സുകൾ തയ്യാറാകുന്നില്ല. ഇതോടെ വലയുന്നത് യാത്രക്കാരാണ്. ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിൽ നിന്നും മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്നും പിന്നാക്കം പോകുന്ന നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തിരുത്തണമെന്നും നവ ഇന്ത്യക്കായി ജനാധിപത്യവാദികൾ കൂടുതൽ പൊതു ഇടങ്ങൾ പ്രസ്തുത മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിക്കണമെന്നും വിഷൻ മഞ്ചേരി ആവശ്യപ്പെട്ടു. ഇന്ത്യ 2023 എന്ന വിഷൻ മഞ്ചേരിയുടെ ഡിസംബർ മാസത്തെ സംവാദം KG ബോസ് ഭവനിൽ വെച്ച് ഡോക്ടർ അസ്കർ അലി PK ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങളിലെ ലഹരിക്കടത്ത് തടയാൻ ശക്തമായ പരിശോധനയുമായി എക്സൈസ് വകുപ്പ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ജില്ലയിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓൺലൈൻ യോഗം ചേർന്നു. തദ്ദേശ സ്ഥാപന പരിധികളിലെ ജനകീയ സമിതികൾ ശക്തിപ്പെടുത്താനും പ്രത്യേക ശ്രദ്ധ വേണ്ട സ്ഥലങ്ങളിൽ എക്സൈസ്, പോലീസ്, ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ തുടർ പരിശോധനകൾ നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഹ്യൂമാനിറ്റീസ് കെട്ടിട സമുച്ചയത്തിൽ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് അംഗപരിമിത വിദ്യാർത്ഥികൾ. ഭിന്നശേഷി സൗഹൃദമാണ് കാലിക്കറ്റ് സർവകലാശാലയെന്ന് പറയുന്ന അധികൃതർ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് ക്ലാസുകളിൽ എത്താൻ പാകത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കാൻ വൈകുന്നത് ഏറെ കാലമായി വിവാദ വിഷയമാണ്. വനിതകളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതിയുമായി കൊണ്ടോട്ടി നഗരസഭ രംഗത്ത്. കുടുംബശ്രീയുമായി ചേർന്ന് 2000 വനിതകൾക്ക് കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പാക്കാനുള്ള പദ്ധതിക്ക് നഗരസഭയിൽ തുടക്കമായി. അഭ്യസ്തവിദ്യരായ വീട്ടമ്മമാർക്ക് നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വരുമാന മാർഗം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും തിരൂർ നഗരസഭയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനം തുടങ്ങാതെ നോക്കുകുത്തിയായതോടെ തിരൂർ നഗരസഭ അധികൃതർക്കെതിരെ പ്രതിഷേധവും ശക്തമായി. 55 ലക്ഷം രൂപയോളം നിർമ്മാണ ചെലവ് അടങ്ങുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടോദ്ഘാടനം 2022 ഓഗസ്റ്റ് 15-നായിരുന്നു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.